സാധാരണ അടിമകൾക്ക് സാധിക്കാത്ത വിധത്തിൽ കാണാനും കേൾക്കാനും പിടിക്കാനും നടക്കാനും ഹാജറാകാനും സഹായിക്കാനുമുള്ള അധികാരം ഞാൻ എന്റെ അടിമക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അല്ലാഹുവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്തുകൾ കൊണ്ടടുക്കുക എന്നത് ഓരോ വിശ്വാസികൾക്കും കൂടുതൽ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ ചില പ്രത്യേകതകൾ നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ എത്ര കണ്ട് അടുക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുക്കുന്നതാണ്. നമ്മളൊരു ചാണടുത്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മോടൊരു മുഴമടുക്കും. ഇങ്ങനെ തുടങ്ങിയ ഒരു ഹദീസുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും, നമ്മൾ ഫർളായ നിസ്കാരങ്ങളും അതുപോലെ ഇബാദത്തുകളും കഴിഞ്ഞാൽ സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സംരക്ഷണം നമുക്ക് നൽകും. അതിലൂടെ ചില മഹത്വങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന നന്മകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു ഹദീസിനെ കാലങ്ങളായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമസ്തയിലെ ഉസ്താദുമാർ അവർ ഔലിയാക്കന്മാരെ വെള്ളപൂശാൻ വേണ്ടി, അല്ലെങ്കിൽ ഔലിയാക്കന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളെ വെള്ളപൂശാൻ വേണ്ടി അവരെല്ലാം കേൾക്കും, എല്ലാം കാണും, അള്ളാഹ് അറിയും പോലെ അറിയും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സമപ്പെടുത്താൻ വേണ്ടി, ഔലിയാക്കന്മാരെ ഉപയോഗിക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള ഹദീസുകളെ വളച്ചൊടിക്കുന്ന, ദുർന്യായം നടത്തുന്ന ഉസ്താദുമാരെ നമുക്ക്, അതിലൊരു ഉസ്താദ് സംസാരിക്കുന്ന സംസാരം നമുക്ക് കേൾക്കാം. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശീ ബിഹാ. അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും, അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും. അപ്പോൾ ഈ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അടിമ എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമ. ഔലിയാക്കന്മാരെന്നോ പ്രവാചകന്മാരെന്നോ അമ്പിയാക്കന്മാരാണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ അടിമകളിൽ ആരൊക്കെ ഇബാദത്തുകൾ ചെയ്ത് ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ നിർവഹിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ സമർപ്പിക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ചാണ് പറയണത്. ഇനി അദ്ദേഹത്തിന്റെ തിരുമറി എന്താണ് എന്നതുകൂടി നമുക്ക് കേൾക്കാം. അവൻ നടക്കുന്ന കാല് ഞാനായി മാറും, പരിധിയില്ലാതെ, ദൂരപരിധിയില്ലാതെ, തടസ്സമില്ലാതെ, സാധാരണ അടിമകൾക്ക് സാധിക്കാത്ത വിധത്തിൽ കാണാനും കേൾക്കാനും പിടിക്കാനും നടക്കാനും ഹാജറാകാനും സഹായിക്കാനുമുള്ള അധികാരം ഞാൻ എന്റെ അടിമക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അല്ലാഹുവാണ്. ഈ ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഈ നിങ്ങൾ പറഞ്ഞ ഈ വിശദീകരണം ഏത് പ്രാമാണിക ഗ്രന്ഥത്തിലാണുള്ളത്? ഈ ഹദീസ് കണ്ടവർ മുൻഗാമികളുണ്ടല്ലോ, അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ. ആ പണ്ഡിതന്മാരിൽ ആരാണ് ഇതിനെ ഈ രൂപത്തിൽ വിശദീകരിച്ചത്? അതായത് പരിധിയില്ലാതെ കാണാൻ കഴിയും, പരിധിയില്ലാതെ ആളുകളുടെ വിളി കേൾക്കാൻ കഴിയും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയും, എവിടെയും എത്തിപ്പെടാൻ സാധിക്കും, ഇങ്ങനെ തുടങ്ങി ഈ ഹദീസിനെ ഈ രൂപത്തിൽ വിശദീകരിച്ചത് ആരാണ്? നിങ്ങൾ ഉത്തരം പറയണം. ഇനി അദ്ദേഹം എന്താ പറയണത് അതുകൂടി കേൾക്കാം. ആ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിന്, ആ ഒരു കഴിവിനെ ആര് നിഷേധിക്കുന്നുവോ അത് അംഗീകരിക്കാൻ ആരുടെ മനസ്സിനാണോ ശക്തി കുറവുള്ളത് അവൻ ഈമാനിൽ കുറവ് സംഭവിച്ചവനാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്തിലുള്ള ഈമാനിൽ കുറവ് സംഭവിച്ചവനാണ്. അപ്പൊ കേട്ടല്ലോ, ഇദ്ദേഹം ഇതിനെ അദ്ദേഹത്തിന്റെ ഒരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു കഴിച്ചിലാവാൻ വേണ്ടി നോക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. എന്താ പറഞ്ഞത്? ഇത് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഈമാനിൽ പിഴവുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല എന്നാണ്. അള്ളാഹ്ക്ക് ഖുദ്റത്തുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്, അതിൽ ആർക്കും സംശയമില്ല. അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഒരു സംശയവും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ ഈ വ്യാഖ്യാനിച്ച ഈ വ്യാഖ്യാനം അതാരു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം.
അള്ളാഹു പരിധി വച്ചിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ ഈ ഒരു ഫضല് അത് ആർക്കും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പരിധിയില്ലാത്ത രൂപത്തിൽ സാധാരണക്കാരനേക്കാളും എല്ലായിടത്തും എത്തിപ്പെടാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും എല്ലായിടത്തും ഉത്തരം ചെയ്യാനും പ്രത്യേകമായ കഴിവ് അള്ളാഹ് കൊടുക്കുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്ക്, ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ജാറ വ്യവസായത്തിൻ്റെ ഭ്രാന്ത് തലക്ക് പിടിച്ച അല്ലെങ്കിൽ പുത്തനാശയം തലയിൽ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞതല്ല, മറിച്ച് ആധികാരികമായി മുൻഗാമികൾ പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് പറയണം, കൊണ്ടുവരണം എന്നാണ് ഉസ്താദിനോട് പറയാനുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. യുസദ്ദിദുഹു ഫീ സമഇഹി, അവൻ്റെ കേൾവിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില പരിധികൾ കൊടുക്കും. എങ്ങനെ? ഫലാ യസ്മഉ ഇല്ലാ മാ യുർളല്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലാതെ അവൻ കേൾക്കുകയില്ല. അപ്പോൾ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കേൾവിയെ തടയും, നന്മകൾ മാത്രം കേൾക്കാനുള്ള ഉദവികൾ നൽകും. ഇനി തീർന്നില്ല, ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം വയുസദ്ദിദുഹു ഫീ ബസരിഹി, അവൻ്റെ കാഴ്ചയ്ക്ക് ചില പരിധികൾ കൊടുക്കും. പരിധികൾ കൊടുക്കുന്നതാണ്, പരിധിയില്ലാതെ കാണാൻ കഴിയുന്നല്ല, മറിച്ച് അവൻ്റെ കാഴ്ചയ്ക്ക് ചില പരിധികൾ കൊടുക്കും. എന്നിട്ട് പറഞ്ഞു ഫലാ യൻദുറു ഇലാ മാ യുഹിബ്ബുല്ലാഹ് അൻ-നദറ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവന് നന്മകൾ മാത്രം കാണാനുള്ള അവസരങ്ങൾ കൊടുക്കും. തിന്മകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാഴ്ചയെ തടയും. അപ്പോൾ നന്മകൾ കാണാനുള്ള അവസരവും തിന്മകളിൽ കാഴ്ചയിൽ നിന്ന് അവന് ഒരു മോചനവുമാണ് നൽകുന്നത്. അതുപോലെ തന്നെ വീണ്ടും കാണാൻ സാധിക്കും വലാ യൻദുറു ഇലാ മുഹറം, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ നോക്കുകയുമില്ല. വയുസദ്ദിദുഹു ഫീ യദിഹി, അവൻ്റെ കയ്യിനെ അല്ലാഹു സുബ്ഹാനഹു തആല പിടിച്ചു വെക്കും, തടയും, അവനൊരു പരിധി കൊടുക്കും. എന്നിട്ട് വീണ്ടും പറയാണ് ഫലാ യഅമലു ബിയദിഹി ഇല്ലാ മാ യുർളല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടതല്ലാതെ അവൻ്റെ കൈകൾ കൊണ്ട് പിന്നെ അവൻ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അവൻ്റെ കൈ ഞാനാകും, അവൻ്റെ കണ്ണ് ഞാനാകും, അവൻ്റെ കേൾവി ഞാനാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അവന് കാണാനുള്ള അവസരങ്ങൾ കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ കാഴ്ചയെ അള്ളാഹു തടയും. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ, ഉദവികൾ അള്ളാഹു നൽകും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അവനെ തടയും എന്നാണ്. ഇങ്ങനെ തുടങ്ങി ഹദീസ് വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലി അന്നല്ലാഹ യുസദ്ദിദുഹു വകദാലിക റിജ്ലുഹു, അവൻ്റെ കാലുകളും അപ്രകാരം തന്നെ തിന്മകളിലേക്ക് നടന്നു പോകുന്നതിൽ നിന്ന് അള്ളാഹു അവനെ തടയും, നന്മകൾ ചെയ്യാനുള്ള ഉദവികൾ നൽകും. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തൗഫീഖിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പരിധിയില്ലാതെ കേൾക്കാനും പരിധിയില്ലാതെ അറിയാനും പരിധിയില്ലാതെ ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനും അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു കറാമത്തും പ്രത്യേകമായ ഒരു കഴിവും ഔലിയാക്കന്മാർക്ക് നൽകും എന്നത് എവിടെയും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് ഈ ഹദീസ് ഇത് എനിക്കും നിങ്ങൾക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലതായ ഇബാദത്തിൻ്റെ മേഖലയെക്കുറിച്ചും അതിലൂടെ കിട്ടുന്ന റബ്ബിൻ്റെ പ്രത്യേകമായ തൗഫീഖിനെ കുറിച്ചുമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്ന അടിസ്ഥാന ബാലപാഠം പോലും നിങ്ങൾ അറിയാതെ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി, ഈ സമൂഹത്തിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഈ ഉമ്മത്തിനോട് പറയാനുള്ളത്, ഇത്തരം ഉസ്താദന്മാർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാതെ ഇതിൻ്റെ വസ്തുത എന്ത്, ഇതിൻ്റെ വാസ്തവം എന്ത്, ഇതിൻ്റെ ശരിയായ വശമെന്ത് എന്നത് കൃത്യമായി മനസ്സിലാക്കി പ്രമാണങ്ങളെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാനും മനസ്സിലാക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.